മുൻ DGP ആർ ശ്രീലേഖ BJP പാളയത്തിലെത്തിയതും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോടാ പുല്ലേ പോലീസ് എന്ന മുദ്രാവാക്യം വിളിച്ചതും കേരള രാഷ്ട്രീയത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. 33 വർഷം താൻ നയിച്ച സേനയെ തന്നെ ഇത്തരത്തിൽ ആക്ഷേപകരമായ ഭാഷയിൽ അഭിസംബോധന ചെയ്തത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള തരം താഴ്ന്ന നീക്കമാണെന്ന വിമർശനം ഇതിനോടകം തന്നെ ശക്തമാണ്. ഒരു കാലത്ത് DGP പദവിയിലിരുന്ന് ഇതേ പോലീസുകാരെ കൊണ്ട് സല്യൂട്ട് അടുപ്പിച്ച വ്യക്തിയാണ് ഇപ്പോൾ രാഷ്ട്രീയ ലാഭത്തിനായി ആ പദവിയുടെ എല്ലാ അന്തസ്സും മറന്ന് തെരുവിലിറങ്ങി അവഹേളിക്കുന്നത്. ഇത് ആർ ശ്രീലേഖയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് വിരമിച്ച ശേഷം രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ പഴയ കസേരയോടും ഔദ്യോഗിക പദവിയോടും കാണിക്കുന്ന അനാദരവിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. നെട്ടയത്തുണ്ടായ സംഘർഷത്തിൽ BJP പ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് നടന്നതെങ്കിലും അതിലുയർന്ന മുദ്രാവാക്യങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് പോലും ചേരാത്ത വിധത്തിലുള്ളവയായിരുന്നു. പിണറായിയുടെ തെമ്മാടികളെയെന്നും മറ്റുമുള്ള വിളികൾ രാഷ്ട്രീയമായി എതിരാളികളെ നേരിടാനുള്ള ആവേശത്തിൽ നിന്നുണ്ടായതാകാം. എന്നാൽ പോടാ പുല്ലേ പോലീസ് എന്ന പ്രയോഗം സേനയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ പ്രവൃത്തിയിലൂടെ കേവലം ഒരു BJP കൗൺസിലർ എന്ന നിലയിലേക്ക് താൻ ചുരുങ്ങിക്കഴിഞ്ഞുവെന്ന് ശ്രീലേഖ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സേവനകാലത്തും താൻ തെറ്റുകാരെ ഇത്തരത്തിൽ വിളിച്ചിട്ടുണ്ടെന്ന ശ്രീലേഖയുടെ ന്യായീകരണം കൂടുതൽ വിചിത്രമാണ്. നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥതയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥ യൂണിഫോമിൽ ഇരിക്കുമ്പോഴും തെരുവിളിയായിരുന്നു ആയുധമാക്കിയിരുന്നത് എന്ന് സമ്മതിക്കുന്നത് അവർ വഹിച്ചിരുന്ന പദവിക്ക് ഒട്ടും ചേരുന്നതല്ല. പോലീസുകാരെ പരസ്യമായി അപമാനിക്കുന്ന ഇത്തരം നീക്കങ്ങൾ സേനയുടെ ആത്മവീര്യത്തെ തകർക്കുന്നതാണ്. കേരളത്തിൽ TP സെൻകുമാറും ആർ ശ്രീലേഖയുമൊക്കെ BJPയിൽ ചേർന്നപ്പോൾ അവരുടെ മുൻകാല സർവീസ് റെക്കോർഡുകൾ പോലും സംശയത്തിന്റെ നിഴലിലായിട്ടുണ്ട്. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ താൽപര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ മുമ്പ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് എന്ന സംശയം ജനങ്ങളിൽ ജനിപ്പിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതും പ്രതിഷേധിക്കുന്നതും ജനാധിപത്യപരമായ അവകാശമാണ്. എന്നാൽ അത് താൻ ഭാഗമായിരുന്ന സേനയെ മുഴുവൻ അവഹേളിച്ചുകൊണ്ടാകരുതെന്നേ പറയാനുള്ളൂ. ശ്രീലേഖയെ പോലൊരു വ്യക്തിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഗൗരവമുള്ള രാഷ്ട്രീയമാണ്. തെരുവിലെ തെരുവിളികളിലൂടെയല്ല, മറിച്ച് ക്രിയാത്മകമായ വിമർശനങ്ങളിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. പോലീസ് സേനയെ പുല്ലെന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവഹേളിക്കപ്പെടുന്നത് ശ്രീലേഖയുടെ തന്നെ ഭൂതകാലമാണ്. നീതിന്യായ വ്യവസ്ഥയോടും സുരക്ഷാ സേനയോടും കുറച്ചുകൂടി ബഹുമാനം കാട്ടാൻ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കടമയുണ്ട്. ആ ശ്രീലേഖയുടെ ഈ മനോഭാവം കാക്കി യൂണിഫോമിനോടുള്ള കടുത്ത അനാദരവ് തന്നെയാണ്. അധികാരത്തിലിരുന്നപ്പോൾ ലഭിച്ച ആദരവ് സർവീസ് കഴിഞ്ഞാലും ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പെരുമാറ്റം തുടരേണ്ടതുണ്ട്. പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും രാഷ്ട്രീയ വീര്യമായി കാണുന്ന ഈ ശൈലി കേരളം മുമ്പും കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു മുൻ DGPയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. നീതിന്യായ വ്യവസ്ഥയോടും സുരക്ഷാ സേനയോടും കുറച്ചുകൂടി ബഹുമാനം കാട്ടാൻ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കടമയുണ്ട്. രാഷ്ട്രീയത്തിലെ ഈ ചീഞ്ഞഴുകിയ രീതികൾക്ക് മാറ്റം വരുത്താൻ ശ്രീലേഖയെ പോലുള്ളവർ തയ്യാറാകാത്ത പക്ഷം അവരും വെറുമൊരു രാഷ്ട്രീയ കോമാളിയായി മാറും.